അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് 2021 ഏപ്രിൽ 16 നടത്തിയ ജുമാ ഖുതുബയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നൽകുന്നത്. മുസ്ലിങ്ങൾ സാഹോദര്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് പ്രസ്തുത ഖുതുബയിൽ വിവരിക്കുന്നത്. നാം ഇപ്പോൾ പരിശുദ്ധമായ റമദാൻ്റെ സമീപം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനു മുമ്പുള്ള തൊട്ട് മുമ്പുള്ള 2 മാസങ്ങളാണ് റജബ്, ഷഅബാൻ. അതിനുശേഷമാണ് റമദാൻ സമാഗതമാകുന്നത്. ഈ 3 മാസങ്ങളെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മഹത്വപ്പെടുത്തി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. റജബ്, ഷഅബാൻ, റമദാൻ. റജബിനെയും ഷഅബാനെയും നീ അനുഗ്രഹപ്രദമാക്കണമേ എന്നും റമദാനിൽ നീ ഞങ്ങളെ കൊണ്ട് എത്തിക്കണമേ എന്നും, ഏറ്റവും അനുഗ്രഹമുള്ള റമദാൻ മാസത്തിൽ എത്തിക്കണമേ എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിരുന്നു. സത്യവിശ്വാസികളായ നമ്മളും റജബ്, ഷഅബാൻ, റമദാൻ മാസങ്ങളിലെ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഷഅബാൻ 15 കഴിഞ്ഞു. ഷഅബാൻ 15 വളരെയധികം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു രാവാണ്. ലൈലത്തുൻ മുബാറക്കത്തുൻ എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നു, അനുഗ്രഹീതമായ രാത്രി എന്ന്. അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ട ഷഅബാൻ 15 നമ്മിൽ നിന്ന് കടന്നുപോയി. ആ രാത്രിയെ സജീവമാക്കിയവർ, സജീവമാക്കാൻ കഴിയാതെ പോയവർ ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട 3 മാസങ്ങൾ ഇതാ റമദാൻ സമാഗതമായി വരുന്നു. ഇനി വെറും 14 ദിവസങ്ങൾ മാത്രം. ഒരു വർഷത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെടുന്ന ഒരു മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അത് അനുഗ്രഹീതമായ റമദാൻ മാസമാണ്. അതിനി 14 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി എന്ത് തയ്യാറെടുപ്പുകൾ നടത്തി എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടത് തന്നെയാണ്.
കാരണം ആ അനുഗ്രഹീതമായ റംസാൻ മാസത്തിൻ്റെ പകലുകളും രാത്രികളും വളരെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. കഴിഞ്ഞ 11 മാസത്തെ അധ്വാനങ്ങളും അതുപോലെ നാം സമ്പാദിച്ച സമ്പാദ്യങ്ങളും അതിൽ നല്ലൊരു വിഹിതം അള്ളാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കുവാനും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സഹായിക്കുവാനുമായി നാം ഈ റമദാൻ മാസത്തിൽ ചിലവഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് 7 മുതൽ 700 ഇരട്ടി വരെ അതിനപ്പുറവുമുള്ള പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് കടന്നു വരുന്നത്. ഇതിനൊക്കെ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ദിവസവും നടത്തിക്കൊണ്ടിരുന്നാൽ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ വാങ്ങിക്കുവാൻ അല്ലാഹു തആല നമ്മെ ആ മാസത്തിൽ പ്രവേശിപ്പിക്കുമെങ്കിൽ നമുക്ക് സാധിക്കുന്നതാണ്. അതിനായി ശഅബാൻ മാസത്തിലും അതുപോലെ റജബ് മാസത്തിലും നിങ്ങൾ ദുആ ചെയ്ത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തി പരിപൂർണമായ തയ്യാറെടുപ്പോടുകൂടി നിങ്ങൾ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. അത് സംബന്ധമായിട്ട് നമുക്ക് കൂടുതൽ വെളിച്ചം ഈ വെള്ളിയാഴ്ച ഖുത്ബയിലൂടെ ഹസ്രത്ത് ഖലീഫത്തുള്ള നമുക്ക് നൽകുന്നു. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 184-ാം വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രസ്തുത വചനത്തിൽ ലഅല്ലക്കും തത്തഖൂൻ കുത്തിബ അലൈക്കുമുസ് സിയാം നിങ്ങൾക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ മുത്തഖീങ്ങളാകുവാൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എത്രത്തോളം നിങ്ങൾ ജീവിക്കുവാൻ തയ്യാറാകുന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കുവാനുള്ള ഒരവസരമാണ് ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത്. അങ്ങനെ റമദാൻ മാസത്തിലെ ആഴ്ചയിൽ നമ്മൾ ലോക മുസ്ലിങ്ങൾ വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കും. ഈ മാസം വളരെ വലിയ ദൈവിക അനുഗ്രഹങ്ങളുടെ മാസമാകുന്നു. ഇതൊക്കെ നമ്മൾ 2 ആഴ്ച മുമ്പ് മുതൽ തന്നെ കാരണം മനുഷ്യൻ മറന്നു പോകുന്നവനാണ്. അവനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവൻ ഈ മായിക ലോകത്തിൽ, ഈ കളിതമാശകൾ നിറഞ്ഞ ഈ ലോകത്തിൽ തൻ്റെ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയാതെ അതിൽ ഭ്രമിച്ച് വശംവദരായി പോകുന്ന മനുഷ്യരാണ്, ദുർബലരായ മനുഷ്യരാണ് ഈ ഭൂമുഖത്തുള്ളത്. അപ്പോൾ അവരെ ഓർമ്മപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. കാരണം അവൻ തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ആത്മാർത്ഥമായി വ്രതാനുഷ്ഠാനം നടത്തുന്നവർക്ക്, അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക്, പ്രാർത്ഥനയിലൂടെ ദൈവിക സഹായം അർത്ഥിക്കുന്നവർക്ക്, നല്ല പെരുമാറ്റ രീതികൾ പിന്തുടരുന്നവർക്ക്, ഇത്തരം ആളുകൾക്ക് അവൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി 14 ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു. ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും കുറവുകളും പോരായ്മകളും സംഭവിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ തിരുത്തി ഇസ്തിഗ്ഫാറിൻ്റെ പാപമോചനം ലബ്ധിക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുവാനുള്ള വളരെ അനുഗ്രഹപ്രദമായ മാസം ഇതാ നമ്മുടെ കൺമുമ്പിൽ വന്നു നിൽക്കുകയാണ്. ആത്മീയ പുരോഗതിക്കായി വിശ്വാസികളെല്ലാം വളരെ നാൾ കാത്തിരുന്ന ശേഷം ലഭിക്കുന്ന സമയമാണ് ഈ 14 ദിവസങ്ങൾക്ക് ശേഷം. ഈ ശഅബാൻ മാസവും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. അതിൽ പ്രത്യേകിച്ച് ശഅബാൻ 15. മറ്റ് രാത്രികളും അതുപോലെ അനുഗ്രഹപ്രദങ്ങൾ തന്നെയാണ്. എങ്കിലും ഇതിൽ നിന്നെല്ലാം ഭിന്നമായ ഒരു മാസവും ദിവസങ്ങളുമാണ് നാം അഭിമുഖീകരിക്കാൻ പോകുന്നത്. അതിൽ നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് പര്യാപ്തമായ, നമ്മുടെ സാമ്പത്തികമായ ഉന്നതിക്ക് ആവശ്യമായ ചിലവഴിക്കൽ, അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ചിലവഴിക്കൽ, അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നതിനും പ്രതിഫലങ്ങൾ കൂടുതൽ ലഭ്യമാകുന്നതിനും
നഷ്ടപ്പെട്ടു പോയതൊക്കെ വീണ്ടെടുക്കുവാനുള്ള സുവർണ അവസരവും കൂടിയാണ് ഈ മാസം. അതുകൊണ്ട് 11 മാസം അധ്വാനിച്ച് അതുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്നവർ 12ാമത്തെ മാസം ഈ രീതിയിൽ നിങ്ങൾ പരിശ്രമിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അതല്ല ഈ മാസവും കഠിനാധ്വാനത്തിലൂടെ ജീവിച്ച് സമ്പാദിച്ച് അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കേണ്ടതുണ്ട് എങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നാൽ ഈ മാസത്തിൻ്റെ രാവുകളും ഈ മാസത്തിൻ്റെ പകലുകളും അനുഗ്രഹപ്രദങ്ങളാണ്. അത് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കുന്നതിന് വേണ്ടി നാം കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. വ്രതാനുഷ്ഠാന കാലത്തിന് മുൻപുള്ള സമയവുമായി ഒത്തുനോക്കുമ്പോൾ ഒരാൾക്ക് സ്റ്റോക്ക് ചെയ്യാവുന്ന ഏറ്റവും പറ്റിയ അവസരം റമദാൻ മാസം തന്നെയാണ്. അനുഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ അവന് സ്റ്റോക്ക് ചെയ്യുവാനുള്ള ഒരവസരം. നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നീട് ലാഭം കിട്ടുന്ന സമയത്ത് ചെലവഴിക്കുവാനായിട്ട് അല്ലെങ്കിൽ വിൽപ്പന നടത്തി ലാഭം കൊയ്യുവാനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി സ്റ്റോർ മുറിയിൽ ഗോഡൗണിൽ അത് സൂക്ഷിക്കുകയും അതിന് ഏറ്റവും നല്ല വില കിട്ടുന്ന സമയത്ത് അത് വിൽപ്പന നടത്തുകയും ചെയ്യാനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കഴിവും ഒക്കെ നമുക്കുണ്ട്. ഇതുപോലെ അള്ളാഹുവിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രീതി ലഭിക്കുന്നതിനും പ്രതിഫലം ലഭിക്കുന്നതിനും അവൻ ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൊയ്യുന്നതിനുമായിട്ട് അവൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു മാസത്തിൽ അവൻ്റെ പക്കൽ നിന്ന് എത്രത്തോളം നേടിയെടുക്കാൻ കഴിയുമോ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് ഇനി 14 ദിവസങ്ങൾ മാത്രമാണുള്ളത്. ആ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പറ്റിയ അവസരം റമദാൻ മാസം തന്നെയാണ് സ്റ്റോക്ക് ചെയ്യുന്നതിന്. ധർമ്മനിഷ്ഠ മൊത്തത്തിൽ എടുക്കുക, ഈശ്വരഭക്തിയുടെ മൊത്ത കച്ചവടം. എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവർ തന്നെയാണ്, ദൈവിക നിയമത്തിൻ്റെ അതിർലംഘനം നടത്തുന്നവരുമാണ്. ഒരുപക്ഷെ അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാകാം, അല്ലെങ്കിൽ സാത്താനുമായുള്ള അടുപ്പം കൊണ്ടാകാം. ആയതിനാൽ മുസ്ലിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ: കാപട്യം, കള്ളം, ചതി, മോഷണം, കയ്യൂക്കുകൊണ്ട് പിടിച്ചെടുക്കുക, അതായത് അനീതി പ്രവർത്തിക്കുക, മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുക തുടങ്ങിയവ ചെയ്യുവാൻ പാടുള്ളതല്ല. വിശിഷ്യ ഈ പരിശുദ്ധ മാസത്തിൽ ഈ മോശമായ എല്ലാ പ്രേരണകളോടും നിങ്ങൾ നോ പറയേണ്ടതാണ്. ഇവയ്ക്ക് എതിരായി നിൽക്കുന്നതോടൊപ്പം ഈ പരിശുദ്ധ മാസം വരും മാസങ്ങളിലേക്കുള്ള ഒരു പരിശീലന മാസം കൂടിയാണ്. ചുരുക്കത്തിൽ ഏറ്റവും പരിപാവനമായ ഒരു മാസം നമ്മെ സമാഗതം ചെയ്യാൻ വന്ന് നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയാണ്. അതിന് 14 ദിവസങ്ങളാണ്. അന്ന് നമുക്ക് ആത്മശുദ്ധീകരണം നടത്തുന്നതിന്, ധനശുദ്ധീകരണം നടത്തുന്നതിന്, ശാരീരിക ശുദ്ധീകരണം, മാനസിക ശുദ്ധീകരണം, ആത്മീയ ശുദ്ധീകരണം, അങ്ങനെ എല്ലാ നിലയിലുള്ള ശുദ്ധീകരണങ്ങളും നടത്തി ഒരു പുതിയ മനുഷ്യനായി നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി തീരുന്നതിനും അവൻ്റെ പക്കൽ നിന്ന് നമുക്ക് വാരിക്കൂട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്റ്റോക്കുകൾ നമുക്ക് നേടിയെടുക്കുന്നതിനുള്ള അവസരമാണ് ഈ റമദാൻ മാസം എന്ന തിരിച്ചറിവോടുകൂടി അടുത്ത 14 ദിവസങ്ങൾ ആ റമദാൻ മാസത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ എന്ന് നമ്മുടെ ഇമാമായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതുപോലെ നമുക്ക് ഇനി 14 ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് ഈ അനുഗ്രഹീതമായ മാസത്തിലേക്ക് നീ ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും ആ റമദാൻ മാസത്തിൽ നീ ഒരുക്കി വച്ചിരിക്കുന്ന നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തരികയും ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരികയും മാപ്പാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ആ ദിനരാത്രങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്തുകൊണ്ട് അവൻ്റെ പരിശുദ്ധ കലാമിനെ പാരായണം ചെയ്തുകൊണ്ട് അവൻ്റെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് പ്രതിഫലങ്ങളുടെ ഒരു വലിയ കലവറ തന്നെ ഓരോരുത്തരും കരസ്ഥമാക്കുവാൻ പരിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്ബോധനമായി ഈ പ്രസംഗത്തെ നിങ്ങൾ കാണുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റമദാൻ മാസത്തിനെ വരവേൽക്കുന്നതിന് വേണ്ടി എല്ലാ സഹോദരങ്ങളും
തങ്ങളാൽ കഴിയും വിധം തയ്യാറായിരിക്കണമെന്നും ആ അനുഗ്രഹീത മാസത്തിലെ പ്രതിഫലങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും ഉപദേശിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. അല്ലാഹു തആല അവൻ്റെ പ്രത്യേക സംരക്ഷണ വലയത്തിൽ നമ്മെ എല്ലാവരെയും ആക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.